10th question. A rational number has a terminating decimal expansion whose last non-zero digit occurs in the fourth decimal place. Show that such a number can be written in the form p by 10 raised to 4, where p is an integer not divisible by 10. Is it necessary that the denominator of this rational number, when written in the lowest form, is divisible by 2 raised to 4 or 5 raised to 4? Give reasons. ആദ്യം തന്നെ നമുക്ക് ലെറ്റ് എക്സ് പി ദ റാഷണൽ നമ്പർ എടുക്കാം. ഇനി എക്സ് എന്ന് പറയുന്നത് ഡെസിമൽ എക്സ്പാൻഷൻ എങ്ങനത്തെയാണ്? ടെർമിനേറ്റിംഗ് ആയിട്ടുള്ളൊരു റാഷണൽ നമ്പറാണ്. പിന്നെ ലാസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് എന്ന് പറയുന്നത് ഫോർത്ത് ഡെസിമൽ പ്ലേസിലാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ എഴുതണം. സിൻസ് ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് എക്സ് ഈസ് ടെർമിനേറ്റിംഗ് ആൻഡ് ദ ലാസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ഈസ് അറ്റ് ദ ഫോർത്ത് ഡെസിമൽ പ്ലേസ്. ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള ഫോർത്ത് പ്ലേസിലാണ് ലാസ്റ്റത്തെ നോൺ സീറോ ഡിജിറ്റ്. ഇപ്പോൾ ഞാൻ ഈ സൈഡിൽ ഇതിൻ്റെ എക്സാമ്പിൾ പോലെ കറക്റ്റ് ഒരു നമ്പർ ഇട്ടിട്ട് കാണിക്കാം. അപ്പോൾ ഇവിടെ എക്സിന് പകരം നമുക്ക് എന്ത് എഴുതാം? 1.2345 ഇടാം. അപ്പോൾ ഇതിൽ ലാസ്റ്റത്തെ നോൺ സീറോ ഡിജിറ്റ് ഏതാ? 5. അത് എത്രാമത്തെ പ്ലേസിലാണ് വരുന്നത്? ആഫ്റ്റർ ഡെസിമൽ പോയിൻ്റ് 1 2 3 4 ഫോർത്ത് പ്ലേസിലാണ് ഈ ലാസ്റ്റത്തെ ഡിജിറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ എക്സ് നമുക്ക് എടുത്തു. എക്സിന് നമുക്ക് ഇവിടെ 1 2 3 4 5 പകരം നമുക്ക് D1 പോയിൻ്റ് D2 D3 D4 D5 എന്ന് എടുക്കാം. കാരണം ഫസ്റ്റ് ഡിജിറ്റ്, സെക്കൻഡ് ഡിജിറ്റ്, തേർഡ് ഡിജിറ്റ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ഡിജിറ്റ്. ഇനി ഇതിലെ ഫിഫ്ത്ത് ഡിജിറ്റ് എന്താവില്ല? നോൺ സീറോ ആണ്, അതായത് സീറോ ആവില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? D5 ഈസ് നോട്ട് ഈക്വൽ ടു 0. D5 എന്ന് പറയുന്നത് എന്താണ്? നോട്ട് ഈക്വൽ ടു 0. ഇതിൽ D1 D2 D3 D4 D5 ഒക്കെ എന്താ? ഡിജിറ്റ്സ് ആണ്, അറിയാലോ. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഒരു നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം? അതിൻ്റെ ഫ്രാക്ഷനായിട്ട് ഫ്രാക്ഷണൽ ഫോം എങ്ങനെയാണ്? 1 2 3 4 5 ഡിവൈഡഡ് ബൈ 10,000. അതായത് ഇതെങ്ങനെയാണ്? 1 2 3 4 5 ഡിവൈഡഡ് ബൈ 10 റേസ് ടു 4 എന്ന് എഴുതി കൂടെ? അപ്പോൾ അതുപോലെ തന്നെ ഇത് ഇവിടെ 1.2345, ഇവിടെ D1 പോയിൻറ്റ് D2 D3 D4 D5. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഈക്വൽ ടു D1 D2 D3 D4 D5 പോയിൻ്റ് എടുത്ത് മാറ്റി എന്തെഴുതി? ബൈ 10 റേസ് ടു 4 എന്ന് എഴുതാം. എഴുതാലോ? എങ്ങനെ എഴുതാം? അപ്പോൾ നമുക്ക് ഇതെന്ത് കിട്ടി? എക്സ് എന്ന് പറയുന്നത് ഒരു ഡിജിറ്റ്, ഒരു ഡിജിറ്റ് അല്ല, ഒരു ഇൻറ്റീജർ ഡിവൈഡഡ് ബൈ 10 റേസ് ടു 4 അല്ലേ? ഇതെന്താണ്? ഇതൊരു ഇൻറ്റീജറാണ് അല്ലേ? ഇതൊരു ഇൻറ്റീജറാണ്. ഇൻറ്റീജർ ഡിവൈഡഡ് ബൈ 10 റേസ് ടു 4 എന്ന് കിട്ടി. അപ്പോൾ എക്സ് ഇൻറ്റു ഈ 10 റേസ് ടു 4 ഇങ്ങോട്ടേക്ക് എടുത്തു. ഈക്വൽ ടു എന്ത് കിട്ടി? D1 D2 D3 D4 D5. ഇതെന്താണ്? ഇതൊരു എന്താ? ആൻ ഇൻറ്റീജർ. ഇതൊരു ഇൻറ്റീജറാണ്. പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള ഒരു നമ്പറാണ് ഈ തന്നിരിക്കുന്ന D1 D2 D3 D4 അല്ലേ? അപ്പോൾ നമുക്കിവിടെ എക്സ് ഇൻറ്റു 10 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 1 2 3 4 5 എന്ന് കിട്ടും. അപ്പോൾ ഇതൊരു ഇൻറ്റീജറാണ്. ഈ ഇൻറ്റീജർ ലെറ്റ് പി ഈക്വൽ ടു ആണ് എന്ത്? D1 D2 D3 D4 D5. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സിനെ എങ്ങനെ എഴുതാം? എക്സ് ഈക്വൽ ടു പി ബൈ 10 റേസ് ടു 4 അല്ലേ? എക്സിന് പകരം നമ്മൾ എന്താ എഴുതിയത്? D1 D2 D3 D4 D5 ഡിവൈഡഡ് ബൈ 10 റേസ് ടു 4. അപ്പോൾ ഈ ഇതിനെ എന്തെന്ന് എടുത്തു? പി എന്നൊരു ഡിജിറ്റാണ് ഇതെന്ന് പറയണത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പി ഡിവൈഡഡ് ബൈ 10 റേസ് ടു 4 എന്ന് എഴുതാം. അപ്പോൾ ആദ്യത്തെ ഇത് നമുക്ക് മനസ്സിലായി അല്ലേ? ഇനി പി നോട്ട് ഡിവിസിബിൾ ബൈ 10 എന്ന് പറഞ്ഞിട്ടുണ്ട്. പി ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 10. അതെന്താ പറഞ്ഞത്? ഇവിടെ ഇനിയിപ്പോൾ ഇവിടെ 0 അങ്ങനെ വന്നു എന്നുണ്ടെങ്കിൽ 10 റേസ് ടു 4 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താവും? ആദ്യം തന്നെ ഇത് വെട്ടിപ്പോയി ഇവിടെ 10 ക്യൂബ് വരും അല്ലേ? അപ്പോൾ ഇവിടെ ലാസ്റ്റത്തെ അതാണ് പ്രത്യേകം പറഞ്ഞത്. ലാസ്റ്റത്തെ ഫോർത്ത് ഡെസിമൽ ഇതെന്ന് പറയുന്ന നമ്പർ എന്ന് പറയുന്നത് നോൺ സീറോ ആണ്. ഇനി പി, അതായത് പി എന്ന് പറയുന്നത് ലാസ്റ്റത്തെ നമ്പർ നോൺ സീറോ ആണെങ്കിൽ ആ നമ്പർ എന്തായിരിക്കും? നോട്ട് ഡിവിസിബിൾ ബൈ 10 അല്ലേ? ഒരു നമ്പർ ഡിവിസിബിൾ ബൈ 10 ആവണമെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം അല്ലേ? അപ്പോൾ ഇത് പി ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 10.
അല്ലേ? അതായത് എന്താണ്, പിയുടെ ഫാക്ടേഴ്സ് ഒന്നുകിൽ 2 വരാം അല്ലെങ്കിൽ 5 വരാം. 2ഉം 5ഉം ഒരുമിച്ച് വരില്ല. കാരണം എന്തുകൊണ്ടാണ്? സിൻസ് പി ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 10. പി 10ൻ്റെ മൾട്ടിപ്പിൾ അല്ലാത്തത് കൊണ്ട് പിയുടെ ഫാക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ 2 വരാം അല്ലെങ്കിൽ 5 വരാം. 2ഉം 5ഉം ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എന്താവും? 10 എന്ന് പറയുന്നത് പിയുടെ ഫാക്ടർ കഴിയുമ്പോൾ എന്താവും? ഇപ്പോൾ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതുമ്പോൾ ഇങ്ങനെ വിചാരിക്കാം, ക്യൂബൈ, അതായത് പിയിലെയും ഈ 10⁴ കോമൺ ഫാക്ടേഴ്സൊക്കെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് കിട്ടണതാണ് എന്ത്? ക്യൂബൈ 2m ഇൻറ്റു 5n. അതായത് ഇവിടെ 10⁴ നമുക്ക് എങ്ങനെ എഴുതാം? 2⁴ ഇൻറ്റു 5⁴. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഈ പിയും ഈ 10,000 തമ്മിൽ എന്ത് ചെയ്തു? സിംപ്ലിഫൈ ചെയ്ത് സിംപ്ലസ്റ്റ് ഫോം ആ ഫ്രാക്ഷൻ ആക്കി മാറ്റിയിട്ടുണ്ട്. അതാണ് ക്യൂബൈ 2m 5n. അതിൽ m എന്ന് പറയുന്നത് എന്താവാം? 4നേക്കാളും ചെറുതാവാം, 4ഉം ആവാം. അതുപോലെ n എന്ന് പറയുന്നത് എന്തുതന്നെയാവാം? 4നേക്കാൾ ചെറുതാവാം അല്ലെങ്കിൽ 4 ആവാം. അപ്പോൾ ഈസ് ഇറ്റ് നെസസറി ദാറ്റ് ദ ഡിനോമിനേറ്റർ ഓഫ് ദിസ് റാഷണൽ നമ്പർ വെൻ റിട്ടൺ ഇൻ ദ ലോവസ്റ്റ് ഫോം, അതായത് ഈ ലോവസ്റ്റ് ഫോമിൽ ഈ എക്സ് എന്ന് പറയുന്ന റാഷണൽ നമ്പർ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഈസ് ഇറ്റ് ഡിവിസിബിൾ ബൈ 2⁴ കൊണ്ട് തന്നെ ഡിവിസിബിൾ ആവും. ഈ ക്യൂ എന്ന് പറയണത് 2⁴ കൊണ്ട് ഡിവിസിബിൾ ആവണം എന്നുള്ളത് നെസസറി ആണോ? അല്ലെങ്കിൽ 5⁴ കൊണ്ട് ഡിവിസിബിൾ ആവണം എന്നുള്ളത് നെസസറി ആണോ? അല്ല. കാരണം ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ താഴെ ലാസ്റ്റ് ചിലപ്പോൾ 2² ആയിരിക്കും വരിക. അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഡിവിസിബിളാണ്? 2² കൊണ്ട് ഡിവിസിബിളാണ്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് വെൻ വി റിട്ടേൺ ദ റാഷണൽ നമ്പർ ഇൻ ഇറ്റ്സ് സിംപ്ലസ്റ്റ് ഫോം, it is not necessary the number is divisible by 2⁴ or 5⁴. ഇങ്ങനെയാണ് വരാം. എങ്ങനെയായിരിക്കും? 2m 5n. ഇതിൽ mn ഒന്നുകിൽ 4 അല്ലെങ്കിൽ 4നേക്കാളും താഴെയാവാം. 11th, without performing division, determine whether the decimal expansion of 18 divided by 125 is terminating or non-terminating. If it terminates, state the number of decimal places. ഇപ്പോൾ ഒരു ഫ്രാക്ഷൻ തന്നിട്ട് ആ ഫ്രാക്ഷണൽ ഫോം ഡെസിമൽ ഫോം ആക്കിയാൽ ആ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആണെങ്കിൽ അതിൻ്റെ ഈ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററിൻ്റെ ഫാക്ടേഴ്സ് എന്തായിരിക്കണം? ഒന്നുകിൽ 2 മാത്രമായിരിക്കണം, അല്ലെങ്കിൽ 5 മാത്രമായിരിക്കണം, അല്ലെങ്കിൽ ബോത്ത് 2 and 5 എന്തായിട്ട് വരാം? ഫാക്ടേഴ്സായിട്ട് വരാം. ഇതിൻ്റെ ഇടയിൽ 3 7 ഇതൊന്നും ഫാക്ടറായിട്ട് വരാൻ പാടില്ല. ഓൺലി 2 അല്ലെങ്കിൽ ഓൺലി 5 അല്ലെങ്കിൽ ബോത്ത് 2 and 5 വന്നാലാണ് ഈ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആയിട്ടുള്ള റാഷണൽ നമ്പർ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എന്താണ്? 125. 125 എന്ന് പറഞ്ഞാൽ എന്താ? 25 ഇൻറ്റു 5. അതായത് 25 എന്താ? 5 ഇൻറ്റു 5 ഇൻറ്റു 5 5⁻3. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 18/125 നമുക്ക് 18 ഡിവൈഡഡ് ബൈ 5⁻3 എന്ന് എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് എന്താണ്? ടെർമിനേറ്റിംഗ് ആണ്. കാരണം ഇതിൻ്റെ ഫാക്ടർ എന്താണ്? സിൻസ് ദ ഡിനോമിനേറ്റർ ഫാക്ടർ ഈസ് എന്താണ്? ഓൺലി 5 ആണ് അല്ലേ? 5 ഇൻറ്റു 5 ഇൻറ്റു 5. ഇനി ഇത് ടെർമിനേറ്റിംഗ് ആണെങ്കിൽ എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ടാവും? എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് നോക്കുക? നമ്മൾ ആദ്യം തന്നെ ഇതിനെ നമുക്ക് പവർ ഓഫ് 10 ആക്കണം. ഈ ഒരു ഡിനോമിനേറ്ററിനെ, അതായത് 18 ഡിവൈഡഡ് ബൈ 5 ക്യൂബിനെ എന്താക്കുക? 10ൻ്റെ പവർ ആക്കുക. ഇതിന് എന്ത് ചെയ്യണം? 2 ക്യൂബ് ഇൻറ്റു ഇവിടെയും എന്ത് ചെയ്യണം? 2 ക്യൂബ് ചെയ്യണം. അപ്പോൾ ഇതെന്തായി? 10 ക്യൂബായി. അപ്പോൾ ഇത് 144 ഡിവൈഡഡ് ബൈ 1000. 144 ഡിവൈഡഡ് ബൈ 1000 എന്താണ്? 0.144. അപ്പോൾ എത്ര ഡെസിമൽ പോയിൻ്റ് ഉണ്ടാവും? 3 ഡെസിമൽ പ്ലേസസ് ആണ് ഉണ്ടാവുക. മനസ്സിലായല്ലോ? അപ്പോൾ 18 ഡിവൈഡഡ് ബൈ 125 ടെർമിനേറ്റിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ
ഡിനോമിനേറ്ററായ 125ൻ്റെ ഫാക്ടർ നോക്കി ഫാക്ടറൈസ് ചെയ്തപ്പോൾ ഓൺലി 5 ആണ് ഇതിൻ്റെ ഫാക്ടറായിട്ട് വരുന്നത്, വിച്ച് മീൻസ് ഇറ്റ് ഈസ് ടെർമിനേറ്റിംഗ്. ഇനി ഇതിൻ്റെ ഡെസിമൽ പ്ലേസ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് എത്ര എണ്ണം ഉണ്ട്, ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ്സ് ഉണ്ടാവും, ഓർ നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് കാണാൻ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഡിനോമിനേറ്റർ 10ൻ്റെ പവറാക്കി മാറ്റണം. അപ്പോൾ ഇവിടെ ഓൾറെഡി ആരുണ്ട്, 5⁻³ ഉണ്ട്. അപ്പോൾ അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 2⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താവും, 10 × 10 × 10 ദാറ്റ് ഈസ് 1000. അപ്പോൾ ഇവിടെ 18 ഇവിടെയും 2⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 18 × 8 = 144. 144 ഡിവൈഡഡ് ബൈ 1000 എന്താ, 0.144. അതായത് നമുക്ക് ഇപ്പോൾ ഇവിടെ ഇനി ഏതെങ്കിലും ഒരു ഡെസിമൽ ഫ്രാക്ഷണൽ ഫോമിൽ 2⁻³ ആണെങ്കിൽ എന്താണ്, ഇതൊന്ന് ചെയ്ത് നോക്കാണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ടാവും, 3 ഉണ്ടാവും. ഇനി 5⁻5 ആണെങ്കിൽ എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ടാവും, 5 ഉണ്ടാവും. എ റാഷണൽ നമ്പർ ഇൻ ഇറ്റ്സ് ലോവസ്റ്റ് ഫോം ഹാസ് ഡിനോമിനേറ്റർ 2⁻³ × 5. ഹൗ മെനി ഡെസിമൽ പ്ലേസസ് വിൽ ഇറ്റ്സ് ഡെസിമൽ എക്സ്പാൻഷൻ ഹാവ്, എക്സ്പ്ലെയിൻ യുവർ. അതിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താണ്, ഇപ്പോൾ ഒരു റാഷണൽ നമ്പറിൻ്റെ ലോവസ്റ്റ് ഫോമിലെ ഡിനോമിനേറ്റർ എന്താണ് കിട്ടിയത്, 2⁻³ × 5. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് 10ൻ്റെ പവറാക്കി മാറ്റണം. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു 5 ഉണ്ട്, ഇനി എത്ര 5ഉം കൂടി വന്നാലാണ് ഇത് 10⁻² എന്ന് എഴുതാൻ പറ്റുള്ളൂ, × 5² അല്ലേ. അപ്പോൾ ഇതെന്ത് കിട്ടും, 2⁻³ × 5⁻³ വിച്ച് മീൻസ് 10⁻³ അതായത് ഒരു ഇൻറ്റിജറിനെ 10⁻³ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര ഡെസിമൽ പ്ലേസസ് കിട്ടും. അപ്പം ഇത് റീസൺ എഴുതണം, വെൻ an integer is divided by 10⁻³ the number of decimal places will be എന്താ, 3. അതായത് ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് ഉണ്ടാവും, 3 പ്ലേസസ് ഉണ്ടാവും. Let a = 7/12 and b = 5/6. Express both a and b in the form k1/m and k2/m, where k1, k2 and m are integers and k2 minus k1 greater than 6. Using the same denominator m, write exactly 5 distinct rational numbers lying between a and b, keeping an integer numerator. Explain why the condition k2 minus k1 greater than n+1 is necessary to find n such rational numbers between the two rational numbers a and b using this method. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, എ എന്ന് പറയുന്നത് 7/12, ബി 5/6. ഇനി എനെ k1/m എന്ന ഫോമിലും ബി k2/m എന്ന ഫോമിലും എഴുതണം. ഇനി ഒരു കണ്ടീഷനും കൂടി ഉണ്ട്, k2 മൈനസ് k1 എന്തായിരിക്കണം, 6നേക്കാളും വലുതായിരിക്കണം, ഗ്രേറ്റർ ദാൻ 6 ആയിരിക്കണം. അപ്പോൾ നമുക്കിവിടെ എ എന്ന് പറയുന്നത് 7/12 ആണ്, ബി 5/6 ആണ്. ഇവിടെ നമുക്ക് എന്താ ആക്കേണ്ടത്, k1/m ആൻഡ് k2/m. അപ്പോൾ ഇവിടെ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ എന്താണ്, എം ആണ്. അതായത് ഈ രണ്ട് ഡിനോമിനേറ്ററും എന്താക്കി മാറ്റണം, സെയിം ആക്കി മാറ്റണം. ഇനി അപ്പോൾ നമുക്കിവിടെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ ചെയ്യാൻ തോന്നുക, ഈ 6 × 2 ഇവിടെയും × 2 ചെയ്തു. അപ്പോൾ k1 എന്തായി, 7/12, k2 എന്തായി, 10/12. പക്ഷേ k2 മൈനസ് k1 എടുത്തു കഴിഞ്ഞാൽ 10 - 7 3 ആണ്. ഇത് ഗ്രേറ്റർ ദാൻ 6 ആണോ, അല്ല. k2 മൈനസ് k1 എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ 6 ആയിരിക്കണം. അതുകൊണ്ട് ഇത് പറ്റില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരേ ഡിനോമിനേറ്റർ ആക്കി മാറ്റണം അല്ലേ. അപ്പോൾ ഇനി 6ൻ്റെയും 12ൻ്റെയും അടുത്ത കോമൺ മൾട്ടിപ്പിൾ ഏതാണ്, 12 × 2 24 അല്ലേ, 6 × 4 24. അപ്പോൾ ഇതിനെ × 2, ഇവിടെ × 2, ഇവിടെ × 4, ഇവിടെ × 4 ചെയ്താൽ രണ്ടും എന്താ 24 ആവും ഡിനോമിനേറ്റർ. അതായത് k1/m എന്ത് കിട്ടും, 14/24. k2/m എന്ത് കിട്ടും, 20/24. ഇനി k2 മൈനസ് k1 നോക്കാം. k2 മൈനസ് k1 എന്താ, 20 - 14 = 6 ആണ്. നമുക്ക് എന്താണ് =6 പോരാ, ഗ്രേറ്റർ ദാൻ 6 വരണം. അപ്പോൾ ഇതും പറ്റില്ല. അപ്പോൾ ഇനി അടുത്ത മൾട്ടിപ്പിൾ നോക്കാം. 12 × 3 എന്താ, 36 അല്ലേ. അപ്പോൾ 12 × 3
7 ഇൻറ്റു 3. 6 ഇൻറ്റു 6 ആണ് 36. അപ്പോൾ 5 ഇൻറ്റു 6 ചെയ്യാം. അപ്പോൾ ഇതെന്തായി? K1/m, അതാണ് എ. അതെന്തായി? 21/36. ഇനി ബി എന്താണ്? K2/m, അതെന്താണ്? 30/36. ഇനി K2 മൈനസ് K1 എന്ത് കിട്ടും? 30 മൈനസ് 21. അല്ല, K2 എത്രയാണ്? 30, K1 21 ഈക്വൽ ടു എന്ത്? 9, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 6. അപ്പോൾ അത് ഓക്കെ ആയി. ഇനി നമുക്ക് എന്താ എഴുതേണ്ടത്? എയുടെയും ബിയുടെയും ബിറ്റ്വീൻ വരുന്ന 5 റാഷണൽ നമ്പേഴ്സ് എഴുതണം. അപ്പോൾ എ എന്ന് പറയുന്നത് 7/12. അത് തന്നെയാണ് എന്ത്? 21/36 അല്ലേ? എയിനെ നമ്മളെങ്ങനെ എഴുതി? K1/m, അതായത് 21/36. ബീനെ നമ്മളെങ്ങനെ എഴുതി? K2/m, അതായത് 30/36. അപ്പോൾ നമുക്കിനി എയുടെയും ബിയുടെയും ഇടയിലുള്ള 5 റാഷണൽ നമ്പേഴ്സ് 21/36നും 30/36നും ഇടയിലുള്ള റാഷണൽ നമ്പേഴ്സ് നോക്കാം. 22/36, 23/36, 24/36, 26/36, 28/36. ഇപ്പോൾ എത്ര റാഷണൽ നമ്പർ കിട്ടി? 1, 2, 3, 4, 5. ഇതിനെയൊക്കെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 22 ഡിവൈഡഡ് ബൈ 36, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 11. ഇത് എത്രയാണ്? 18. ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇനി അടുത്തത് 24/36, 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് 2 ടൈംസ്, ഇത് 3 ടൈംസ്. 26 ഡിവൈഡഡ് ബൈ 36, ഇത് 13, ഇത് 18. 28 ഡിവൈഡഡ് ബൈ 36 എന്താ? ഇത് 14, ഇത് 18, ഇത് 7, ഇത് 9. ഇനി അപ്പോൾ നമുക്ക് എത്ര? 5 റാഷണൽ നമ്പേഴ്സ് കിട്ടി. 11/18, 23/36, 2/3, 13/18, 7/9. ഇനി അടുത്തത് നമുക്ക് എന്താണ്? ഈ പ്രൂവ് ചെയ്യാനാണ്. അതായത് എ ഈക്വൽ ടു K1/m, ബി ഈക്വൽ ടു K2/m. 2 റാഷണൽ നമ്പർ എ ബി ആണ്. ഇനി ഈ എക്കും ബിക്കും ഇടയിലുള്ള n റാഷണൽ നമ്പേഴ്സ് കിട്ടണമെങ്കിൽ ഈ K2 മൈനസ് K1 എന്ന് പറയുന്നത് എന്തിനേക്കാളും വലുതായിരിക്കണം. എത്ര റാഷണൽ നമ്പർ ആണോ വേണ്ടത് അതിൻ്റെ കൂടെ +1 ആഡ് ചെയ്യണം. അപ്പോൾ ഈ K2ൻ്റെയും K1ൻ്റെയും ഡിഫറൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ n+1 ആയിരിക്കണം. ഇവിടെ നോക്കിയേ, ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8 അല്ലേ? 8 ഇൻറ്റിജേഴ്സ് എഴുതിയിട്ടുണ്ട്. ഇതിലെ ഫസ്റ്റ് ഇൻറ്റിജറായ 1ഉം 8ഉം, ലാസ്റ്റ് ഇൻറ്റിജർ 8. അതായത് 1നും 8നും ഇടയിലുള്ള ഇൻറ്റിജേഴ്സ് എത്ര എണ്ണം ഉണ്ട്? എത്ര നമ്പേഴ്സ് ഉണ്ട്? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 1ഉം 8ഉം ഇല്ല. 1നും 8നും ഇടയിൽ വരുന്ന നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ടെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 8 മൈനസ് 1 ആണോ? 7 നമ്പേഴ്സ് ഉണ്ടോ? ഇല്ല. നമുക്ക് എണ്ണി നോക്കിയാൽ അറിയാം. 1, 2, 3, 4, 5, 6 നമ്പേഴ്സ് ഉള്ളൂ. അതായത് 8 മൈനസ് 1 ചെയ്താൽ 1നും 8നും ഇടയിലുള്ള നമ്പർ കിട്ടില്ല. അപ്പോൾ നമുക്ക് 7 മൈനസ് 2 ചെയ്താലോ? 7 മൈനസ് 2 ചെയ്താൽ 5 എന്നാണ് കിട്ടുക. പക്ഷെ നമുക്ക് ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട്? ബിറ്റ്വീൻ 1 ആൻഡ് 8 6 നമ്പേഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടുക? അതായത് ഈ നമ്പർ 7 മൈനസ് 2 പ്ലസ് 1 ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? 6 കിട്ടുക. അതുപോലെ ഇനി ഇവിടെയും നോക്കിയേ, 1നും 10നും ഇടയിലുള്ള നമ്പർ എത്ര എണ്ണം ഉണ്ട്? 1നും 10നും ആകെ 10 നമ്പേഴ്സാണ്. അതിൽ 1ഉം പോയി 10ഉം പോയി. ബാക്കി എത്ര നമ്പേഴ്സ്? 8 നമ്പേഴ്സ്. അതെങ്ങനെയാണ് കിട്ടിയത്? അതായത് 9 മൈനസ് 2 അല്ലേ? 9 മൈനസ് 2 പ്ലസ് 1 ഈക്വൽ ടു 7 പ്ലസ് 1 ഈക്വൽ ടു 8. മനസ്സിലായില്ല? അപ്പം ബിറ്റ്വീൻ 1 ആൻഡ് 10 ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ? എത്ര നമ്പേഴ്സ് ഉണ്ട്? 8 നമ്പേഴ്സ്. അതെങ്ങനെ കിട്ടിയേ? 9 മൈനസ് 2 പ്ലസ് 1. അതുപോലെ ഇവിടെ എ എന്ന് പറയുന്നത് K1/m, ബി എന്ന് പറയുന്നത് K2/m. 2 ലൈക്ക് ഫ്രാക്ഷൻസ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. എക്കും ബിക്കും ഇടയിലുള്ള റാഷണൽ നമ്പേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം K1/mനും K2/mനും ഇടയിലുള്ള റാഷണൽ നമ്പേഴ്സ്. അതിന് മുന്നേ ഒരു നമ്പർ വെച്ചിട്ടൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 1/13 K1/m. K1/mന് പകരം നമുക്ക് എന്തെടുക്കാം? 1/13. ഇനി K2/mന് പകരം നമുക്ക് 7/13 എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ 2 നമ്പേഴ്സിനും ഇടയിലായിട്ട്, ഇതാണ് എ, ഇതാണ് ബി,
ഈ രണ്ട് നമ്പേഴ്സിന് ഇടയിലായിട്ട് വരുന്ന നമ്പർ ഏതായിരിക്കും? 1/13. കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന നമ്പർ ഏതാ? തൊട്ടടുത്ത ഇൻറ്റിജർ ഏതാ? 2/13. ഡിനോമിനേറ്ററിന് മാറ്റമൊന്നും വരുന്നില്ല അല്ലേ? 2/13. അടുത്ത ഇൻറ്റിജർ ഏതാ? 3/13. അടുത്തത് 4/13. അടുത്തത് 5/13. അടുത്തത് 6/13. അടുത്തത് 7/13. അപ്പോൾ ബിറ്റ്വീൻ 1/13 ആൻഡ് 7/13 ഹൗ മെനി integers are there or how many rational numbers are there? എത്ര എണ്ണം ഉണ്ട്? നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ലാസ്റ്റത്തെ ഈ നമ്പറും മൈനസ് ചെയ്യുക. അപ്പോൾ എന്താ? 6/13. ശരിക്കും 13 എടുക്കേണ്ട ആവശ്യമില്ല, 6 മാത്രം എടുത്താൽ മതി. 6 - 2, കാരണം ഡിനോമിനേറ്റേഴ്സ് എല്ലാം സെയിം ആണ്. ഇപ്പോൾ ഇൻറ്റിജർ ആണ് ഇവിടെ. അപ്പോൾ 6 - 2 + 1, അതായത് 6 - 2 എത്രയാണ്? 4 + 1 5 നമ്പേഴ്സാണ് 1/13 7/13 ഇൻ ബിറ്റ്വീൻ വരുന്ന റാഷണൽ നമ്പേഴ്സിൻ്റെ എണ്ണം. അപ്പോൾ 1 2 3 4 5 റാഷണൽ നമ്പേഴ്സ് കിട്ടിയല്ലോ. അപ്പോൾ അതുപോലെ K1/m-നും K2/m-നും ഇടയിലായിട്ട് വരുന്ന റാഷണൽ നമ്പേഴ്സ് എഴുതാം. K1/m അടുത്തത് എന്തായിരിക്കും? K1ൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ അടുത്ത ഇൻറ്റിജർ കിട്ടും. ഡിനോമിനേറ്റർ എന്ത് തന്നെയാണ്? m തന്നെയാണ്. അടുത്തത് എന്ത് ചെയ്യാം? K1ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യാം? അതായത് K1 + 1ൻ്റെ കൂടെ ഒരു 1 കൂടി ആഡ് ചെയ്യുമ്പോൾ അടുത്ത ഇൻറ്റിജർ കിട്ടും അല്ലേ? +1 + 1 ആഡ് ചെയ്തിട്ടല്ലേ നമുക്ക് 1 2 3 അല്ലെങ്കിൽ -1 -2 -3 ഇങ്ങനെ ഇൻറ്റിജേഴ്സ് കിട്ടണത്. അപ്പോൾ K1 + 2/m. അടുത്തത് എന്തായിരിക്കും? K1 + 3/m. അടുത്തത് K1 + 4/m. ഇങ്ങനെ എവിടം വരെ പോവും? K2/m വരെ പോവും. അപ്പോൾ ഈ K2/m-ന് തൊട്ട് മുന്നുള്ള നമ്പർ ഏതാ? K2 - 1/m അല്ലേ? അതായത് K2 - 1ൻ്റെ കൂടെ ഒരു +1/m കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? K2/m ഈ നമ്പർ കിട്ടുക. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുന്നിലെ നമ്പർ എന്താ? K2/m. അതായത് 10ൻ്റെ മുന്നിലെ നമ്പർ എന്താ? 10 - 1, അതായത് 9. അപ്പോൾ ഇവിടെ K2 - n. അപ്പോൾ ഈ K1/m-നും K2/m-നും ഇടയിലുള്ള നമ്പർ എത്ര എണ്ണം ഉണ്ട്? നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? K2 - 1 - K1 + 1 അല്ലേ? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ K2 - 1 ഇതാണ് ഈ ഒരു ഇതിൽ ഉൾപ്പെടുന്ന, അതായത് ഇൻ ബിറ്റ്വീൻ K1/m K2/m-ൽ വരുന്ന നമ്പറിലെ ലാസ്റ്റത്തെ നമ്പറാണ് K2 - 1/m. അപ്പോൾ അതിലെ K2 - 1 മൈനസ് ഫസ്റ്റ് നമ്പർ ഏതാ? K1 + 1/m. അതിലെ K1 + 1 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കൂടെ എന്ത് കൂടി ആഡ് ചെയ്യണം? +1 കൂടി ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? K2 - 1. ഈ മൈനസ് ആർക്കൊക്കെ ഉണ്ട്? K1നും +1നും ഉണ്ട്. അപ്പോൾ K1 എന്തായി? മൈനസായി. +1 എന്തായി? മൈനസായി. ഇനി ഇവിടെ ലാസ്റ്റ് എന്തുണ്ട്? ഒരു +1 ഉണ്ട്. അതായത് ഇത് സിംപ്ലിഫൈ ചെയ്ത് അവിടെ -1 + 1 0 ആയി. ബാക്കി എന്താ കിട്ടിയത്? K2 - K1 -1. K2 - K1 -1 ആണ് നമുക്ക് എന്ത് കിട്ടിയത്? ബിറ്റ്വീൻ A ആൻഡ് B എന്താ? നമ്പർ ഓഫ് റാഷണൽ നമ്പേഴ്സ് കിട്ടിയത് എന്താ? K2 - K1 -1. അത് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? n റാഷണൽ നമ്പേഴ്സ് കിട്ടണമെങ്കിൽ, അതായത് നമുക്ക് എന്താ? A ആൻഡ് Bക്ക് ഇടയിലുള്ള n റാഷണൽ നമ്പർ കിട്ടണമെങ്കിൽ K2 - K1 എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ n + 1 ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി n റാഷണൽ നമ്പർ, അതായത് നമ്പർ ഓഫ് എന്താ? റാഷണൽ നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് എത്ര കിട്ടി? K2 - K1 -1 എന്ന് കിട്ടി. അതാണ് എത്ര തന്നിരിക്കണേ? n എന്ന് തന്നിരിക്കുന്നത്. അതായത് ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? K2 - K1 = ഈ 1 -1 ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? n + 1. അപ്പോൾ ഇത്രേ ഉള്ളൂ. രണ്ട് ഇൻറ്റിജേഴ്സ് അല്ലെങ്കിൽ രണ്ട് ഇതുപോലെ A ആൻഡ് B K1/m K2/m എന്നിങ്ങനെ ഉള്ള രണ്ട് റാഷണൽ നമ്പേഴ്സിൻ്റെ ഇൻ ബിറ്റ്വീനായിട്ട് n റാഷണൽ നമ്പേഴ്സ് വരണമെന്നുണ്ടെങ്കിൽ K2 - K1 എന്തായിരിക്കണം? ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? n + 1. പക്ഷെ നമുക്ക് കാണിക്കേണ്ടത് എന്താ? ഗ്രേറ്റർ ദാൻ n + 1 ആണ്. അതായത് n + 1 കിട്ടിയാലും നമുക്ക് n റാഷണൽ നമ്പർ കിട്ടും. പക്ഷേ അത് എന്താണ്? മിനിമം നമുക്ക്
എന്ത് n+1 എങ്കിലും വേണം k2 - k1 എന്ന് പറയുന്നത്. n+1 കൂടുതലാണെങ്കിൽ എന്താണ് ആ ഒരു കുറച്ചും കൂടി എൻഷുർ ആയിരിക്കും നമുക്ക് n റാഷണൽ നമ്പർ കിട്ടണമെങ്കിൽ. ഈക്വൽ ടു n+1 വന്നാലും നമുക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ എക്സാമ്പിൾ നോക്കാം. ഇതിൽ തന്നെ എക്സാമ്പിൾ എന്തായിരുന്നു? 7/12 5/6. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ ഇത് 24 ആക്കി. അപ്പോൾ ഇത് എത്രയാണ്? 2, ഇത് 4, ഇത് 4 ചെയ്തു. അപ്പോൾ ഇത് എത്രയായി? 14/24 20/24. 14/24 20/24 ഇടയിലായിട്ട് എത്ര നമ്പേഴ്സ് വരുന്നുണ്ട്? 15/24 16/24 17/24 18/24 19/24. അപ്പോൾ എത്ര നമ്പേഴ്സ് കിട്ടി നമുക്ക്? 1 2 3 4 5 റാഷണൽ നമ്പേഴ്സ് നമുക്ക് കിട്ടി ബിറ്റ്വീൻ 7/12 ആൻഡ് 5/6. ഇനി ഇവിടുത്തെ k2 ഏതാ? 20. k1 എന്താ? 40. k2 - k1 ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 20 - 14 = 6 ആണല്ലോ. അപ്പോൾ അതായത് n റാഷണൽ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് k2 - k1 ഗ്രേറ്റർ ദാൻ n+1 വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ 5 റാഷണൽ നമ്പർ കിട്ടാനായിട്ട് k2 - k1 = n+1 വന്നാലും എങ്ങനെ തന്നെ കിട്ടും? 5 റാഷണൽ നമ്പർ നമുക്ക് മിനിമം കിട്ടും. അറ്റ്ലീസ്റ്റ് നമുക്ക് 5 റാഷണൽ നമ്പർ കിട്ടും. അപ്പോൾ ഇവിടെ ഗ്രേറ്റർ ദാൻ കൊടുത്തിരിക്കുന്നത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഇഷ്ടം പോലെ റാഷണൽ നമ്പർ കിട്ടട്ടെ, അതിൽ നിന്ന് നമുക്ക് n എണ്ണം എടുക്കാം. അപ്പോൾ അതാണ് ഇവിടെ ഗ്രേറ്റർ ദാൻ. ഈക്വൽ ടു വന്നാലും നമുക്ക് എന്തെന്നെ കിട്ടും? n റാഷണൽ നമ്പർ കിട്ടണമെങ്കിൽ k2 - k1 എന്തായാൽ മതി? n+1 = n+1 ആയാലും മതി. നെക്സ്റ്റ് 14th question. 3 rational numbers x, y, z satisfy x plus y plus z = 0 and xy plus yz plus zx = 0. Show that all the rational numbers x, y, z must be simultaneously 0. x, y, z എന്താണ്? 3 റാഷണൽ നമ്പേഴ്സ് ആണ്. ഇനി x plus y plus z = എന്തായിരിക്കും? 0 ആയിരിക്കും. അതുപോലെ xy plus yz plus zx എന്തുതന്നെയായിരിക്കും? 0 ആയിരിക്കും. അതിൻ്റെ അതായത് ഇനി നമുക്ക് കാണിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ റാഷണൽ നമ്പേഴ്സ് സൈമുൾട്ടേനിയസ്ലി എന്തായിരിക്കും? മസ്റ്റ് ബി 0. ഇത് എക്സ് വൈ സെഡ് എല്ലാം എന്ത് തന്നെയായിരിക്കണം? ഒരേപോലെ 0 തന്നെയായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ x + y + z ദ ഹോൾ സ്ക്വയർ ചെയ്യാം. x + y + z ഹോൾ സ്ക്വയർ = എന്തായിരിക്കും? x² + y² + z² + 2 xy plus yz plus zx. x plus y plus z എന്താണെന്നറിയാം നമുക്ക്? 0. 0² എന്ന് പറഞ്ഞാൽ എന്താ? 0 തന്നെ. = x² plus y² plus z² plus 2 xy plus yz plus zx എന്ത് തന്നിട്ടുണ്ട്? 0 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ത് തന്നെയായി? 0 ആയി. അപ്പോൾ ഇവിടെ x² plus y² plus z² ഇവിടെ നമുക്ക് എന്താ കിട്ടിയേ? 3 റാഷണൽ നമ്പേഴ്സിൻ്റെയും സ്ക്വയേഴ്സ് തമ്മിൽ ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 0 കിട്ടി. അപ്പോൾ നമുക്കറിയാം സ്ക്വയർ ഓഫ് എ റാഷണൽ നമ്പർ എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവായിരിക്കും അല്ലേ? അപ്പോൾ നെഗറ്റീവ് ആണെങ്കിലും -2² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് തന്നെയാണ് കിട്ടുക? 4 പോസിറ്റീവാണ് കിട്ടുക. അപ്പോൾ സ്ക്വയർ ഓഫ് എനി റാഷണൽ നമ്പർ ഈസ് എന്താ? പോസിറ്റീവ്. അപ്പോൾ ഇത് 3ഉം എന്താണ്? പോസിറ്റീവ് നമ്പേഴ്സാണ്. സ്ക്വയർ ആയതുകൊണ്ട് ഇത് 3ഉം എന്താണ്? പോസിറ്റീവ് നമ്പേഴ്സാണ്. അപ്പോൾ 3 പോസിറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടണം എന്നുണ്ടെങ്കിൽ എക്സും വൈയും സെഡും എന്തായിരിക്കണം? 0 ആയിരിക്കണം അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നെഗറ്റീവ് നമ്പർ വന്നു എന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? 2 എണ്ണം ആഡ് ചെയ്തപ്പോൾ ഇവിടെ 2 + 3 -5 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടും. പക്ഷേ ഇതെന്താണ്? ഇതെല്ലാത്തിൻ്റെയും സ്ക്വയറാണ്.
സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, പോസിറ്റീവ് നമ്പേഴ്സാണ്. അപ്പോൾ പോസിറ്റീവ് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 0 വരണമെന്നുണ്ടെങ്കിൽ ആ 3 എന്തായിരിക്കണം, 0 + 0 + 0. രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 0 വരണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എന്താ പോസിറ്റീവ്, ഒരെണ്ണം നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ 3 ആഡ് ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ടുള്ള എന്താ പോസിറ്റീവ് നെഗറ്റീവും വന്നാലാണ് അത് 0 ആവുള്ളൂ. അപ്പോൾ സിൻസ് ദ സ്ക്വയർ ഓഫ് എനി റാഷണൽ നമ്പർ ഈസ് പോസിറ്റീവ്, x² y² + z² = 0 ഈസ് ഓൺലി പോസിബിൾ if എന്താ x = 0, y = 0 ആൻഡ് z = 0. Next question, show that the rational number a + b / 2 lies between the rational numbers a and b. ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താ, a + b / 2 lies between a and b. ഇപ്പോൾ ഇവിടെ എയ്ക്കും ബിക്കും ഇടയിലായിട്ടുള്ളൊരു റാഷണൽ നമ്പറാണ് a + b / 2 എന്ന് ആണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഇവിടെ എ ആണോ ബി ആണോ വലുത്, എ ഈസ് ലെസ് ദാൻ ബി അല്ലേ, എ ലെസ് ദാൻ ബി. എ ലെസ് ദാൻ ബി ആണെങ്കിൽ ഇവിടെ നമുക്ക് രണ്ട് സൈഡിലും പ്ലസ് എ ചെയ്യാം, എ രണ്ട് ഭാഗത്തും ആഡ് ചെയ്യാം. അപ്പോൾ ഇൻഈക്വാളിറ്റിക്ക് ഒന്നും പറ്റില്ല, കാരണം രണ്ട് സൈഡിലും നമ്മൾ ഈക്വൽ ടുവിൻ്റെ രണ്ട് സൈഡിലും ഒരേ ഇത് ചെയ്യണ പോലെ ഈ ലെസ് ദാൻ എന്ന ഇൻഈക്വാളിറ്റിയുടെ ബോത്ത് സൈഡ്സിലും നമ്മൾ എന്ത് ആഡ് ചെയ്യാം, ആഡ് എ. അപ്പോൾ ഇവിടെ എ + എ ലെസ് ദാൻ എന്ത് കിട്ടും, ബി + എ ഓർ എ + ബി. അതായത് എ + എ എന്താ 2a ലെസ് ദാൻ എ + ബി. അപ്പോൾ എ ലെസ് ദാൻ എന്ത് കിട്ടി, എ + ബി / 2 അല്ലേ. ഈ /2 ഇങ്ങോട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഡിവൈഡിങ് ബൈ 2 ഓൺ ബോത്ത് സൈഡ്സ് നമുക്ക് എന്ത് കിട്ടും, 2a/2 എന്ത് കിട്ടി, എ + ബി ഡിവൈഡഡ് ബൈ 2 എന്താ എ + ബി / 2. ഇവിടെ നമുക്ക് എന്ത് കിട്ടി, എ ലെസ് ദാൻ എ + ബി / 2 ഫസ്റ്റ് ഇൻഇക്വാളിറ്റി. ഇനി അടുത്തത് നമുക്ക് എ ലെസ് ദാൻ ബി ആണ്. ഇനി നമുക്ക് ബി കൊണ്ട് രണ്ട് സൈഡിലും ആഡ് ചെയ്യാം. അപ്പോൾ ആഡിങ് ബി ഓൺ ബോത്ത് സൈഡ്സ് എന്ത് കിട്ടും, എ + ബി ലെസ് ദാൻ ബി + ബി. ബി + ബി എന്ന് പറഞ്ഞാൽ എന്താ 2b, അതായത് എ + ബി ലെസ് ദാൻ 2b. ഡിവൈഡിങ് 2 ഓൺ ബോത്ത് സൈഡ്സ് എന്ത് കിട്ടും, എ + ബി / 2 ലെസ് ദാൻ ബി. ഇത് സെക്കൻഡ് ഇൻഇക്വാളിറ്റി. അപ്പോൾ കമ്പയറിങ് 1 and 2 നമുക്ക് എന്ത് എഴുതാം, എ ലെസ് ദാൻ എ + ബി / 2 ലെസ് ദാൻ ബി, വിച്ച് മീൻസ് a + b / 2 is a rational number which lies between a and b. മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ എ ലെസ് ദാൻ ബി എടുത്തു, എന്നിട്ട് ഒരു സൈഡിൽ രണ്ട് സൈഡിലും എ കൊണ്ട് ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എ ലെസ് ദാൻ എ + ബി / 2 കിട്ടി. ഇനി അടുത്തത് എ ലെസ് ദാൻ ബിയിൽ രണ്ട് സൈഡിലും ബി കൊണ്ട് ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി, എ + ബി / 2 ലെസ് ദാൻ ബി കിട്ടി. ഇനി ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ലെങ്ത്സ് ഓഫ് ദ ഹൈപ്പോട്ടന്യൂസ് ഓഫ് ഓൾ ദ റൈറ്റ് ട്രയാങ്കിൾസ് ഇൻ ഫിഗർ വിച്ച് ഈസ് റെഫേർഡ് ടു ആസ് ദ സ്ക്വയർ റൂട്ട് സ്പൈറൽ. ഈ ഒരു ഫിഗറിനെ പറയുന്ന പേരാണ് എന്ത്, സ്ക്വയർ റൂട്ട് സ്പൈറൽ. അപ്പോൾ ഇതിലെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാത്തിലും എന്താണ്, ഓരോ റൈറ്റ് ട്രയാങ്കിൾസ് ആണ് അല്ലേ, റൈറ്റ് ട്രയാങ്കിൾസിൻ്റെ എല്ലാത്തിൻ്റെയും ബേസ് എന്താണ്, 1 ആണ്. എല്ലാ റൈറ്റ് ട്രയാങ്കിൾസിൻ്റെയും ബേസ് വരുന്നത് 1 യൂണിറ്റ് ആണ്. ഈ ഫസ്റ്റത്തേൻ്റെ മാത്രം ഓൾട്ടിറ്റ്യൂഡ് എന്താണ്, 1 ആണ്. ഫസ്റ്റ് റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡും ബേസും നമുക്കറിയാം, ബാക്കി എല്ലാത്തിൻ്റെയും ബേസ് 1 യൂണിറ്റാണെന്നും അറിയാം. അങ്ങനെയാണെങ്കിൽ ബാക്കി എല്ലാത്തിൻ്റെയും എന്താ ഹൈപ്പോട്ടന്യൂസാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ പിക്ചറിലെ ഓരോ ട്രയാങ്കിളും റൈറ്റ് ട്രയാങ്കിളാണ്. ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഈ ഹൈപ്പോട്ടന്യൂസായിട്ട് വരുന്നതാണ് നെക്സ്റ്റ് ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡായിട്ട് വരാം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ഫസ്റ്റത്തെ ഈ ട്രയാങ്കിളുടെ ഹൈപ്പോട്ടന്യൂസ് എവിടെയാണ്, ഹൈപ്പോട്ടന്യൂസ് എപ്പോഴും റൈറ്റ് ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിരിക്കും. അപ്പോൾ ഇതാണ് ഹൈപ്പോട്ടന്യൂസായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഹൈപ്പോട്ടന്യൂസാണ് ഈ സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡായിട്ട് വരുന്നത്. ഈ സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസാണ് തേർഡ് ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡായിട്ട് വരുന്നത്. മനസ്സിലായല്ലോ. ഇതിൽ നോക്കിയാൽ ഇത് 1 സെൻറ്റിമീറ്റർ. ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡും ബേസും എന്താണ്, 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും, √(1² + 1² = √2).
അതായത് ഈ ഒരു സൈഡ് എന്ത് കിട്ടി, √2 കിട്ടി. ഈ √2 ആണ് ഈ സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ്. ഇതിൻ്റെ ബേസ് എല്ലാത്തിൻ്റെയും എന്ത് തന്നെയാണ്, 1 തന്നെയാണ്. അപ്പോൾ സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് √2, ബേസ് 1. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എന്താ, 1² പ്ലസ് √2² ഈക്വൽ ടു 1 പ്ലസ് √2 ഇൻറ്റു √2 എന്താ 2. അപ്പോൾ 1 + 2 ഈക്വൽ ടു √3. അപ്പോൾ ഇതാണ് സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ്. ഇത് √3 കിട്ടി. ഇതാണ് ഇനി തേർഡ് ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡായിട്ട് വരാം. തേർഡ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ഏതാ, ഇത്. അപ്പോൾ അതിന് എങ്ങനെയാണ് കാണണ്ടേ, ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ √3² പ്ലസ് 1² ഈക്വൽ ടു 3 + 1. √3² എന്താ 3, 3 + 1 ദാറ്റ് ഈസ് √4 ഈക്വൽ ടു എന്തെന്ന് പറയാം, 2 എന്ന് പറയാം. അടുത്തത് എന്തായിരിക്കും, അപ്പോൾ ഇത് എന്ത് കിട്ടി, √4 കിട്ടി. ഇനി അടുത്തത് √4 ആണ് ഓൾട്ടിറ്റ്യൂഡ്, 1 ആണ് ബേസ്. അപ്പോൾ എത്രയാ, 4 + 1 ഈക്വൽ ടു √5. അപ്പോൾ ഫസ്റ്റത്തെ റൈറ്റ് ട്രയാങ്കിളുടെ ഹൈപ്പോട്ടന്യൂസ് √2, സെക്കൻഡ് ട്രയാങ്കിളുടെ ഹൈപ്പോട്ടന്യൂസ് √3, തേർഡിൻ്റെ √4, ഫോർത്തിൻ്റെ √5. ഇങ്ങനെ 10 ട്രയാങ്കിൾസ് ആണ് നമ്മുടെ ആ പിക്ചറിൽ തന്നിട്ടുള്ളത്. സ്ക്വയർ റൂട്ട് സ്പൈറലിൽ ദർ ആർ 10 റൈറ്റ് ട്രയാങ്കിൾസ് ഇൻ ദ ഫിഗർ. അപ്പോൾ ഫസ്റ്റത്തെ ട്രയാങ്കിൾ, ഫസ്റ്റ് പൊസിഷനിലുള്ള ട്രയാങ്കിൾ ബേസ് എത്രയാണ്, 1 ആണ്, ഓൾട്ടിറ്റ്യൂഡും 1 ആണ്, ഹൈപ്പോട്ടന്യൂസ് എന്താണ്, √1² പ്ലസ് 1² ഈക്വൽ ടു √2. ഇനി സെക്കൻഡ് റൈറ്റ് ട്രയാങ്കിളിൻ്റെ ബേസ് 1 തന്നെ, ഓൾട്ടിറ്റ്യൂഡ് എന്തായിരിക്കും, ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ്. ഇനി സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും, √2² പ്ലസ് 1² ഈക്വൽ ടു √3. അതായത് ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് √2, സെക്കൻഡിൻ്റെ √3, തേർഡിൻ്റെ √4. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 10th ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും, √11, 9th എന്തായിരിക്കും, √9 + 1 √10. അങ്ങനെ 10 ട്രയാങ്കിൾസിൻ്റെയും ഹൈപ്പോട്ടന്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതോടുകൂടി ഈ ചാപ്റ്ററിലെ പ്രോബ്ലംസ് എല്ലാം തീരാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.